ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നർച്ചർ ടോക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹാൻഡ് ബീറ്ററിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അൺബോക്സിംഗ് ഒന്നുമല്ല, ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പോൾ റിവ്യൂ ചെയ്യാനൊക്കെ സമയമായി. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനു ശേഷം മിക്ക വീടുകളിലും കേക്ക് ഉണ്ടാക്കുന്നതാണ്. കേക്കിൻ്റെ റെസിപ്പിയൊക്കെ യൂട്യൂബിൽ കണ്ട് ഇപ്പം മിക്കവർക്കും പരിചിതമാണ് ഈ ഹാൻഡ് മിക്സർ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കാണും ഹാൻഡ് മിക്സർ വാങ്ങേണ്ട ആവശ്യമുണ്ടോ, ഒരു സാധാരണ വീട്ടിൽ ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ തന്നെ എങ്ങനത്തെ ഹാൻഡ് മിക്സറാണ് വാങ്ങേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വാങ്ങിയത് ഇവിടെ ലുലുന്നാണ്. ഓഫർ പ്രൈസിലാണ് വാങ്ങിയത്. 125 ദർഹാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല കറക്റ്റായിട്ട്. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. മിക്സർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഹാൻഡ് ബീറ്റർ ആണ് കേട്ടോ. സ്റ്റാൻഡ് ബീറ്ററും വാങ്ങാൻ കിട്ടും. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ വലിയ കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ എന്നും ചെയ്യേണ്ട ആവശ്യം കാണും. കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ സ്റ്റാൻഡ് മിക്സറിൻ്റെ ആവശ്യം വരുള്ളൂ. സ്റ്റാൻഡ് മിക്സറിന് ഈ ഹാൻഡ് മിക്സറിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. ബീറ്റേഴ്സിൻ്റെ ബ്ലേഡ് കുറച്ച് വൈഡും വലിപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് നല്ല എയർ ബബിൾസ് ഒക്കെ കയറിയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. പിന്നെ ഇതിൽ 400 വാട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 400 വാട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവറാണ് കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ പവർ ഉള്ളതും കുറഞ്ഞ പവറൊക്കെ ഹാൻഡ് ബീറ്റർ വാങ്ങാൻ കിട്ടും. പക്ഷേ 350 to 400 വാട്ടൊക്കെ മതിയാവും ഈ ഹാൻഡ് മിക്സറിന്. കൂടുതൽ പവർ വാങ്ങിയാൽ അത്രത്തോളം കറണ്ട് എടുക്കും. പിന്നെ കുറഞ്ഞ പവർ ആണെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനും പാടായിരിക്കും. പിന്നെ ഇതിന് 2 ബ്ലേഡാണ് വരുന്നത്. ആദ്യത്തേത് എല്ലാവർക്കും അറിയായിരിക്കും. ഈ രണ്ടാമത്തേത് അത്ര കണ്ട് പരിചിതമായിരിക്കില്ല. അപ്പോൾ ഈ രണ്ടിൻ്റെ ഉപയോഗം ഞാൻ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ ഈ ഹാൻഡ് മിക്സറിൻ്റെ ഒന്നും ആവശ്യം കൂടുതലില്ല. ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഇംഗ്ലീഷ് ടൈപ്പ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നവർക്കായിരിക്കും കൂടുതൽ ബീറ്ററിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഹാൻഡ് മിക്സർ ഇതിൽ തന്നെയാണ് സൂക്ഷിച്ചു വെക്കാറ്. കഴുകി തുടച്ചതിന് ശേഷം ഇതിൽ തന്നെ ഇട്ട് അടച്ചു വെക്കും. സ്റ്റാൻഡ് മിക്സർ ആണെങ്കിൽ നമുക്ക് വയ്ക്കാൻ കുറച്ച് സ്പേസ് പോകും കിച്ചണിൽ. അപ്പം ഇതാണ് കളറ്, വൈറ്റ് ആണ്. അപ്പം ഞാൻ വാങ്ങിയപ്പോൾ ഈ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് ബ്ലാക്ക് കളർ കിട്ടും. ഈ പർപ്പിൾ കളറിൻ്റെ അവിടെ മാത്രം ബ്ലാക്ക് ആയിട്ടും കിട്ടും. ഫുള്ള് ബ്ലാക്ക് ഉള്ളത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം അതാ സ്പീഡ് എഴുതിയിട്ടുണ്ട്. 5 സ്പീഡാണുള്ളത്. 0 മുതൽ 5 വരെ ഉണ്ട്. 0 എന്ന് പറഞ്ഞാൽ ഓഫ് ആക്കുന്നതാണ്. പിന്നെ ഈ മുകളിലത്തെ ഈ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലേഡ് പുറത്തോട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അത് പ്രസ് ചെയ്താൽ ബ്ലേഡ് ഇളകി വരും. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ടർബോ ബട്ടൺ ഉണ്ട്. നല്ല തിക്കായിട്ടുള്ള മാവൊക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടർബോ ബട്ടൺ ആണ് നല്ലത്. തിക്കായിട്ടുള്ള പാൻ കേക്കിൻ്റെ ബാറ്റർ അല്ലെങ്കിൽ കുക്കീസിൻ്റെ ഡോ ഒക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടർബോ ബട്ടൺ ആണ് നല്ലത്. ഇനി ഇതിൻ്റെ അടിയിൽ 2 ഹോളുണ്ട്. ഈ ഹോളിലാണ് നമ്മൾ ബ്ലേഡ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ 2 സെയിം അല്ലാതെ നമുക്ക് അത് ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബ്ലേഡ് ഇടേണ്ടത് ഏതിലാണെന്ന്. ബ്ലേഡ് ഇടാൻ പാടൊന്നുമില്ല, ഒന്ന് വെച്ച് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൽ ഇൻസേർട്ട് ആയിക്കോളും. ഇപ്പോൾ 2 തരത്തിലുള്ള ബ്ലേഡ് ഉണ്ടല്ലോ, രണ്ടും ഇൻസേർട്ട് ചെയ്യുന്നത് സെയിം ആണ്. ഞാൻ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരെണ്ണത്തിൻ്റെ ആ പ്ലാസ്റ്റിക് വൈറ്റ് കളർ ഒന്ന് വലുപ്പമുണ്ട്, ഒരെണ്ണം ചെറുതുമാണ്. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഏതിലാണോ വയ്ക്കേണ്ടത് അതിലൊന്ന് വെച്ച് പ്രസ് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഇൻസേർട്ട് ആവും. ഇൻസേർട്ട് ആയില്ലെങ്കിൽ അത് മാറ്റമുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡ് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. നല്ലവണ്ണം ഇൻസേർട്ട് ആവുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇതുപോലെ സൗണ്ട് കേൾക്കും. ഇനി ഞാനിത് ഇളക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബ്ലേഡ് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മുകളിലത്തെ ആ വയലറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതാ നല്ല സിമ്പിളായിട്ട് ഇളകി വരും, ഒരു പാടുമില്ല. ഇതുപോലെ തന്നെയാണ് 2 ബ്ലേഡും ഇളക്കിയെടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് ബീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എഗ്ഗാണ് ബീറ്റ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ആണെങ്കിലും സെയിം ആയിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇട്ടിരിക്കുന്നത് ലോ സ്പീഡാണ്. സ്പീഡ് ഞാൻ കൂട്ടി കാണിച്ചു തരാം. 5 സ്പീഡും ഞാൻ കാണിച്ചു തരാം. സ്പഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഗ് വൈറ്റ് വേറെ ബീറ്റ് ചെയ്യും, യെല്ലോ വേറെ ബീറ്റ് ചെയ്താണ് എടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം സ്പഞ്ച് കേക്കിന്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ വിസ്ക് വെച്ചിട്ടൊക്കെയാണ് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ എടുക്കും നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊക്കെ ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നും കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ബീറ്റർ അത്യാവശ്യമായിരിക്കും. അല്ലാതെ വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് പൈസ കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, നമുക്കിത് സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ പോലും ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഓംലെറ്റ്.
അപ്പോൾ ദാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും ഉപയോഗം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ തന്നെയാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തണുപ്പ് പോവാതെ പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം കൈ കൊണ്ടൊക്കെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം കൈ വേദനയൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബീറ്റർ നല്ല യൂസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബീറ്റർ ഉള്ളവർ പോലും യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ബ്ലേഡ് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്ലേഡാണ്. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയണില്ല, നമുക്ക് അറിയാലോ, മാവിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ ബ്ലേഡ് ഇടുന്ന കാണിച്ച പോലെ തന്നെ ബ്ലേഡ് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇത് ലോ സ്പീഡിലാണ് ആദ്യം ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. എത്ര കൈ കൊണ്ട് കുഴച്ചാലും ഇതിൻ്റെ അത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ മാവൊന്നും കുഴച്ചെടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ബറോട്ടയ്ക്ക് മാവ് കുഴച്ചെടുക്കാം, പത്തിരിക്ക് മാവ് കുഴച്ചെടുക്കാം. നല്ല സിമ്പിളായിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ചിലര് വീട്ടിൽ തന്നെ നെയ്യൊക്കെ ഉണ്ടാക്കി എടുക്കില്ലേ, കടഞ്ഞൊക്കെ എടുക്കില്ലേ, അതിന് വേണ്ടിയിട്ടും ഈ ബ്ലേഡ് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ വെള്ളം വേണം, ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണ്ട, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മാവോ കുറച്ച് എണ്ണയോടോ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാനിത് കണ്ടോ, തൊട്ട് കാണിച്ചു തരാം. ഇത് കൈകൊണ്ട് കുഴച്ചാൽ ഇത്ര പെട്ടെന്ന് ഇത്ര സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ഒരു വർഷം യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പവും ഇല്ല. 2 വർഷം വാറന്റി ഉണ്ട്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ സമയം ഇത് നിൽക്കുമെന്ന് തോന്നുന്നു. അധികം പ്രൈസും ഇല്ല. ഇപ്പം കൂടുതൽ ആൾക്കാരുള്ള വീടാണ്, ഇപ്പം നമുക്ക് ചപ്പാത്തിയൊക്കെ കൂടുതൽ കുഴച്ചെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉള്ള സ്റ്റാൻഡ് മിക്സർ ആയിരിക്കും നല്ലത്. അല്ലാത്തവർക്ക് ഹാൻഡ് മിക്സർ തന്നെ മതിയാവും. നമ്മുടെ നാട്ടിലത്തെ പ്രൈസ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും അധികം പ്രൈസ് വരാനൊന്നും ചാൻസ് ഇല്ല. ഒരു 1500-നകത്തൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ 1000-നകത്തൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.